ഗൈസ്, ഇന്ന് നമുക്കൊരു ടീ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കാം. ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ടീ കേക്ക് ഉണ്ടാക്കാം. അതിലിതാ ഞാൻ ഇപ്പോൾ 1 ഗ്ലാസ് മൈദ മാവാണ് എടുക്കുന്നത്. ഈ മാവിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്ര ബേക്കിംഗ് സോഡ, ശകലം ഉപ്പ്, ഇതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മുട്ട ഉടച്ച് വീട്ടാവും. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര ഈ മുട്ടയിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിന് 1 ഗ്ലാസ് എടുത്തില്ല, പൊടിച്ചപ്പോഴത്തേക്ക് കുറേ ആയി മധുരം. അതായത് ഇങ്ങനെ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഈ പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ച് വെച്ചിരിക്കുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ചെറിയ രീതിക്കൊന്ന് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇവിടെ ഞാൻ വാനില എസൻസാണ് എടുക്കുന്നത്. അത് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പൈനാപ്പിൾ എസൻസ്, അത് കുറച്ചൊഴിക്കാം. അപ്പം ഇനി ഇതിലോട്ട് കുറച്ച് ഇത് മാവ് ഇട്ട് കൊടുക്കാം. മൈദ മാവ് കുറച്ചിട്ട് മണം വരുന്നില്ലേ? വാനില എസൻസിൻ്റെ വെള്ളത്തിൻ്റെ കഴിഞ്ഞ് ബാക്കി ഇതും കൂടെ ഇവിടെ വാനില എസൻസ് ഒരു ചെറിയ സ്പൂണിന്, അതുപോലെ അതിൻ്റെ പകുതി ഇതും ചേർത്ത് പൈനാപ്പിൾ എസൻസും ചേർത്ത്, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. ഇല്ലെങ്കിൽ വാനില എസൻസ് മാത്രമായാലും മതി. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് 2 മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ പതച്ച് അല്ലേ വേണ്ട. ഇത് പരുവാണല്ലോ, കറക്റ്റാണ്. പഞ്ചസാര പൊടിച്ചാണ് ചേർത്തത്. പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പാലാണ് എടുത്തത്. അപ്പം അതിലോട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കലക്കി കൊടുക്കാം. ബ്രെഡും ബട്ടറും കഴിച്ചിട്ടുണ്ടോ? ഒന്നും കഴിച്ചിട്ടില്ല. ബട്ടർ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്? അല്ല, കണ്ടിട്ടുണ്ട്. മണം വരുന്നുണ്ട് പാലിൽ ഇട്ടുമ്പോഴത്തേക്ക്. ഇപ്പോൾ പാലും ബട്ടറും കൂടെ ചൂടാക്കി വെച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചൊന്ന് ഇളക്കാം. അതാ ഇനി ഈ ബാക്കി വരുന്ന പാലും കൂടെ ഒഴിക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കലക്കി കറക്റ്റായിരിക്കും അല്ലേ? കുറച്ചുകൂടെ ലൂസാണോ? വേണ്ടല്ലേ, കറക്റ്റാണത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. കുറേ നാളായി ഇത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തന്നെ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ പിന്നെ ചായ ഇടും ഞാൻ എല്ലാം ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ തന്നെ അതിലാണ്. അപ്പം ഇതിലോട്ട് എൻ്റെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇത്രയും ഇതിലോട്ട് കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഒഴിച്ചു നോക്കാം. പൊങ്ങി വരുമല്ലേ? ഇത് നമുക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് ചൂടാവണം.
അപ്പം നമുക്ക് ഇതുപോലെ ഒരു തവ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇതിന് ശരിക്കും എന്തോ പറയുന്നത്, മോൾഡാണോ എന്തോ പറയും? എന്താ കേക്ക് ഉണ്ടാക്കുന്ന സാധനം. ഇത് എത്ര മിനിറ്റ് ആവും? ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. 20 മിനിറ്റ് ആവട്ടെ. അതിനിടയ്ക്ക് വെച്ച് നമുക്ക് നോക്കാം ഒന്ന്. അങ്ങനെ ഗൈസ് നമ്മളെ ടീ കേക്ക് തട്ടിയിടാൻ പോവുകയാണ്. കടയിലിരിക്കുന്ന ഒരു കോൺ സക്സസ്സായി. നീ ഇത് ഇളക്കി എടുക്കൂല്ലേ? ഇല്ല, പതുക്കെ ഇളക്കി, പൊടിഞ്ഞു പോവരുതേ. ഇനി ഒരു ശകലം കൂടെ ഉണ്ട്, അത് പിന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനെ എടുത്ത് മറിച്ച് വെക്കട്ടാ. ചൂടടി, ചൂട്. അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്താണോ? എന്തിട്ടല്ലേ കട്ട് ചെയ്യുന്ന? ഇതെടുക്കട്ടാ. നമ്മളെ കട്ടി കൊള്ളാം, സൂപ്പർ. ഇത് ഇച്ചിരി കൂടെ ചൂടാറണമെങ്കിലാണ് അതിൻ്റെ ഇത്. ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചൂടാറുമ്പോഴാണ് അതിൻ്റെ ഇത് അറിയാന്നുള്ളത്. ഇതാ എന്ത് നല്ല പഞ്ഞി സ്പോഞ്ച് ഇളക്കി ഓക്കെ, അടിപൊളി. നോക്ക്, കഴിച്ച് നോക്കൂ. മധുരമുണ്ടോ? മധുരമുണ്ട്. ഇത് ചൂടാറണം, അപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടി ടേസ്റ്റ് വരണം. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത്, ടീ കേക്ക് ഉണ്ടാക്കണത്. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ എന്തായാലും ഉണ്ടാക്കിയത് ശരിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാ എടുത്തോ. കുറച്ചുകൂടി ചൂടാകുമ്പോൾ സെറ്റായിട്ട് വരും. ഇനി കൂടെ ഉണ്ടാകും. അത്രയൊക്കെയുള്ള വീഡിയോ. ബൈ.